ഓ ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 50-ാമത്തെ പാഠഭാഗമാണ് പറയുന്നത്. ഇതിനോടകം 589 നാമങ്ങൾ നാം മനസ്സിലാക്കി. 590-ാമത്തെ നാമം മുതൽ 606 വരെയുള്ള നാമങ്ങളാണ് ഇന്ന് പറയുന്നത്. നാമം 590 കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. ഓം കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിതായൈ നമഃ. പദം വിരിക്കാം. കടാക്ഷ അധികം കിങ്കരി അധികം ഭൂത അധികം കമല അധികം കോടി സേവിത. ദേവിയുടെ കടാക്ഷത്താൽ കിങ്കരിയായി തീർന്ന കോടിക്കണക്കിന് ലക്ഷ്മീദേവിമാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. കടാക്ഷം എന്നാൽ അതിശയ അക്ഷിയുള്ള, അതായത് അത്ഭുത ശക്തിയുള്ള കണ്ണുകളോടുകൂടിയ നോട്ടം. അപാംഗ ദർശനം, കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം. ദേവിയുടെ കടാക്ഷത്തിൻ്റെ ഒരംശമേൽക്കുന്ന ഭക്തൻ ചിന്തിക്കാനാവാത്തത്ര ഐശ്വര്യ സമൃദ്ധിക്ക് ഉടമയാകുന്നു. കാരണം ദേവിയുടെ ഒരു കടാക്ഷം കൊണ്ട് മാത്രം കോടിക്കണക്കിന് ലക്ഷ്മി ദേവിമാർ കിങ്കരിമാരായി ദേവിയെ പരിചരിക്കുന്നു. അപ്പോൾ ദേവിയുടെ കടാക്ഷമേൽക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഭക്തന് അനേക തരത്തിലുള്ള ഐശ്വര്യങ്ങൾ സ്വയമേവ അനുഭവിക്കാൻ ഇടയാകുന്നു. ലക്ഷ്മി ദേവി മഹാദേവിയുടെ കടാക്ഷത്തിന് അടിമപ്പെട്ടവളാണെന്നും ദേവീ കടാക്ഷമേറ്റ ഭക്തനെ ലക്ഷ്മി ദേവി ദാസ്യഭാവത്തിൽ സേവിക്കുന്നു എന്നും വ്യാഖ്യാനമുണ്ട്. മഹാദേവിയുടെ കടാക്ഷം ലഭിച്ചാൽ ഐശ്വര്യനിധിയായ ലക്ഷ്മി ദേവിയുടെ കൃപയും ലഭിക്കും. യാതൊരുവനിൽ ലളിതാദേവിയുടെ കടാക്ഷലേശമുണ്ടാകുന്നുവോ അവനെ അസംഖ്യം ലക്ഷ്മി ദേവിമാർ സേവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് അർത്ഥം. അപ്രകാരമുള്ള ഭക്തന് ഐശ്വര്യം നൽകുവാനായി കാത്തു നിൽക്കുന്ന കോടിക്കണക്കിന് ലക്ഷ്മിമാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നാമം 591 ശിരസ്ഥിത. ഓം ശിരസ്ഥിതായൈ നമഃ. ഈ നാമം മുതൽ 597 വരെയുള്ള നാമങ്ങളിൽ ദേവിയുടെ പിണ്ഡാണ്ഡസ്ഥമായ രൂപങ്ങളെയാണ് വർണ്ണിക്കുന്നത്. ശിരസ്ഥിത എന്നാൽ ശിരസിൽ സ്ഥിതി ചെയ്യുന്നവൾ. ശിരസ് എന്നാൽ ഇവിടെ ശിരോമധ്യത്തിലുള്ള ബ്രഹ്മരന്ധ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദേവി മൂലാധാരം തുടങ്ങി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രങ്ങളെയും കടന്ന് സഹസ്രാരത്തിലെത്തുന്നു. അവിടെ ശ്രീപരമേശ്വരനുമൊത്ത് രഹസ്യമായി വിഹരിക്കുന്നു. ദേവി ബ്രഹ്മരന്ധ്രത്തിൽ ഗുരുരൂപിണിയായി വർത്തിക്കുന്നു. സൗന്ദര്യലഹരിയിലെ 9-ാമത്തെ ശ്ലോകത്തിൽ സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ എന്ന് സ്തുതിക്കുന്നു. യോഗവിദ്യയുടെ മർമ്മതത്വങ്ങൾ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശിരസ്ഥിത എന്ന നാമത്തിൽ പരാശക്തി തന്നെയാണ് ഗുരുവും ഈശ്വരിയും. ഗുരുരൂപത്തിൽ ദേവി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഗുരുവും ഈശ്വരിയും സാധകനും എന്നീ ത്രിപുടിയുടെ ഐക്യപ്പെടലിൽ ഈശ്വരി മാത്രം അവശേഷിക്കുന്നു. നാമം 592 ചന്ദ്രനിഭ. ചന്ദ്ര അധികം നിഭ. നിഭ എന്നാൽ തുല്യമായത്. നിയതം ഭാതീതി നിഭ. നിയതമായി തിളങ്ങുന്ന, തുല്യമായ, സദൃശമായ, പ്രകാശമുള്ളത്
എന്നെല്ലാമാണ് ഇതിൻ്റെ അർത്ഥം. ചന്ദ്രമണ്ഡലവും ശ്രീചക്രവും ഒന്നാണെന്ന് ശ്രീചക്ര രഹസ്യം പറയുന്നു. ബ്രഹ്മരന്ധ്രം ചന്ദ്രമണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മരന്ധ്രത്തിൻ്റെ അധോഭാഗത്ത് വിദ്യാ തൃതീയ ഗൂഢാത്മകനായ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു. ആ ചന്ദ്രനെ പോലെ ഭംഗിയുള്ള മുഖമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ചന്ദ്രനിഭ എന്ന നാമം ബ്രഹ്മരന്ധ്രത്തിന് താഴെയുള്ള ചന്ദ്രമണ്ഡലത്തെയും ശ്രീവിദ്യയിലെ വാഗ്ഭവകൂടത്തെയും കുറിക്കുന്നുവെന്നും വ്യാഖ്യാനം. ചന്ദ്രേണ സദൃശി ചന്ദ്രനിഭ എന്നിങ്ങനെയാണ് വിഗ്രഹം. ചന്ദ്രമണ്ഡലത്തിന് അനന്തകോടി വിദ്യുത് പ്രഭയുണ്ട്. അതിന് തുല്യമായ പ്രഭയോടുകൂടി ദേവി കുടികൊള്ളുന്നു. നാമം 593 ഫാലസ്ത. ഓം ഫാലസ്തായൈ നമഃ. ഫാലം അഥവാ ഫാലപ്രദേശം നെറ്റിത്തടമാണ്. അപ്പോൾ ഫാലസ്ത എന്നാൽ നെറ്റിത്തടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം. നെറ്റിത്തടത്തിലാണ് ഭ്രൂമധ്യം. ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനമാണ് അത്. അവിടെ ഹ്രില്ലേഖ ബിന്ദുരൂപത്തിൽ, അതായത് ഹ്രീം എന്ന ബീജാക്ഷര രൂപത്തിൽ ദേവി വസിക്കുന്നു. നാമം 594 ഇന്ദ്രധനുപ്രഭ. ഓം ഇന്ദ്രധനുപ്രഭായൈ നമഃ. ഇന്ദ്രധനു അധികം പ്രഭ എന്ന് പദം പിരിക്കാം. ഇന്ദ്രധനുസ് എന്നാൽ മഴവില്ലാണ്. മഴവില്ലിൻ്റെ പ്രഭ പോലെയുള്ള പ്രഭയോടുകൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഫാലദേശത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അർദ്ധചന്ദ്രാകാരമായ ശക്തിക്ക് മഴവില്ലിൻ്റെ കാന്തി ഉള്ളതായി പറയപ്പെടുന്നു. ആ മുതൽ ഓ വരെയുള്ള 7 അക്ഷരങ്ങൾ അഥവാ 7 വർണ്ണങ്ങൾ ചേർന്ന മഴവില്ലിൻ്റെ പ്രഭയോടുകൂടിയവൾ ദേവിയാണ്. മഴവില്ലിൻ്റെ നിറങ്ങളെപ്പോലെ ദേവി സർവവർണ്ണോപശോഭിതയായി വിരാജിക്കുന്നു. ഇക്കാര്യം തന്നെയാണ് ശ്രീ ഭാസ്കരരായർ തൻ്റെ പരിവസ്യ രഹസ്യത്തിലും വിവരിക്കുന്നത്. മധ്യേ ഫാലം ബിന്ദുർദീപ ഇവാപാതി വർത്തുളാകര തദുപരി മതോർത്ഥ ചന്ദ്രോന്വർത്ഥ കാന്ത്യ തഥാകൃത്യ. നാമം 595 ഹൃദയസ്ഥ. ഓം ഹൃദയസ്ഥായൈ നമഃ. ഹൃദയ അധികം സ്ഥാഹ. സ്ഥ എന്നതിൻ്റെ അർത്ഥം നിൽക്കുന്നതിനാൽ, കാണപ്പെടുന്നതിനാൽ എന്നൊക്കെയാണ്. ഹൃദയത്തിൽ നിൽക്കുന്നതിനാൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ കാണപ്പെടുന്നതിനാൽ ഹൃദയസ്ഥ എന്ന നാമം. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഹൃദയം പരാശക്തിയുടെ ബീജമാകുന്നു, അതായത് സർവജഗത്തിൻ്റെയും ബീജമാകുന്നു. അതിനാൽ ജഗത് രൂപേണ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. യഥാന്യഗ്രോധ ബീജസ്ഥഃ ശക്തിരൂപോ മഹാദ്രുമഃ തഥാ ഹൃദയ ബീജസ്ഥം ജഗദേത ചരാചരം എന്ന് അണുത്തരാത്രിംശികാശാസ്ത്രത്തിൽ പറയുന്നു. ഒരു ചെറിയ വിത്തിൻ്റെ ഉള്ളിൽ ആൽമരം പോലെയുള്ള മഹാവൃക്ഷം എന്ന പോലെ ഹൃദയത്തിനുള്ളിൽ ചരാചരാത്മകമായ ജഗത്ത് സ്ഥിതി ചെയ്യുന്നതായി പ്രസ്തുത ശാസ്ത്രവചനം സൂചിപ്പിക്കുന്നു. ഹൃദയത്തിൽ, അതായത് പരമേശ്വര ഹൃദയമെന്ന ഉപനിഷത്തിൽ ഹൃദയസ്ഥ എന്നതിന് അന്തര്യാമിയായി പറയപ്പെടുന്നവൾ എന്നും ജ്ഞാനരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥം കൊടുത്തിരിക്കുന്നു. പരാശക്തിയുടെ രൂപം ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടു വേണം ധ്യാനനിരതരാകേണ്ടതെന്നും ഹൃദയസ്ഥ എന്ന നാമത്തിന് അർത്ഥം കാണുന്നു. അതായത് ധ്യാനനിരതരാകുമ്പോൾ ആരുടെ രൂപമാണോ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് അത് ആ ദേവീരൂപം ഹൃദയസ്ഥ എന്ന നാമമായി. പ്രഭു ഹൃദയജ്ഞാതു പദേ പദേ സുഖാനി ഭവന്തി.
പ്രഭുവിൻ്റെ ഹൃദയം ഓരോ പദത്തിലും ആനന്ദം കണ്ടെത്തുന്നു. ഇവിടെ ഹൃദയം എന്നത് പരാബീജമാണെന്നും ദേവി അവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും കൽപ്പസൂത്രത്തിൽ പറയുന്നു. ദേവി ഭക്തരുടെ ഹൃദയങ്ങളിൽ അന്തര്യാമിയായി വർത്തിക്കുന്നു. ഹൃദയത്തിലാണ് ഈശ്വരനെ ധ്യാനിക്കേണ്ടത്. ഈ നാമം ശ്രീവിദ്യാമന്ത്രത്തിലെ മധ്യകൂടസ്ഥമായ അനാഹത ചക്രത്തെ സൂചിപ്പിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ മോക്ഷ സംന്യാസ യോഗമെന്ന 18-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു. ശ്ലോകം 61. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അർജുന, ദേഹമായ യന്ത്രത്തിൽ കയറിയിട്ടുള്ള എല്ലാ പ്രാണികളെയും മായാശക്തിയാൽ ചുറ്റിച്ചുകൊണ്ട് ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ നിലകൊള്ളുന്നു. നാമം 596 രവിപ്രഖ്യ. ഓം രവിപ്രഖ്യായൈ നമഃ. രവി അധികം പ്രഖ്യ എന്ന് പദം പിരിക്കാം. രവി എന്നാൽ സൂര്യൻ, പ്രഖ്യ എന്നാൽ സാദൃശ്യം എന്നാണ് അർത്ഥം. സൂര്യന് സദൃശമായി പ്രകാശിക്കുന്നവൾ എന്നും സൂര്യനിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ, അതായത് സമാനയായവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം. പ്രഖ്യ എന്നതിന് ശോഭ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ സൂര്യനെ പോലെ കാന്തിയുള്ളവൾ എന്നും അർത്ഥം കൽപ്പിക്കാം. ശിരസിൽ ചന്ദ്രൻ എന്ന പോലെ ഹൃദയത്തിൽ സൂര്യനു തുല്യം ശോഭയോടെ വസിക്കുന്നവൾ എന്നർത്ഥം. ചന്ദ്രനിഭ എന്ന 592-ാമത്തെ നാമം നാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ശിരസിൽ ബ്രഹ്മരന്ധ്രത്തിന് താഴെയുള്ള ചന്ദ്രമണ്ഡലത്തെയും ശ്രീവിദ്യാമന്ത്രത്തിലെ, അതായത് ദേവിയുടെ മന്ത്രശരീരത്തിലെ വാഗ്ഭവകൂടത്തെയും അത് അർത്ഥമാകുന്നു. അതുപോലെ രവിപ്രഖ്യ എന്ന നാമം ഹൃദയത്തിൽ ശ്രീവിദ്യയിലെ ദ്വിതീയ കൂടമായ, അത് രണ്ടാമത്തെ കൂടമായ മധ്യകൂടത്തിലെ സൂര്യമണ്ഡലത്തെയും സൂചിപ്പിക്കുന്നു. ഹൃദയേ താവ സൂര്യമണ്ഡലമസ്തി തച്ച വിദ്യാ ദ്വിതീയകൂടം ഇത്യാശയോനാഹ രവിപ്രഖ്യ എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. ഇക്കാര്യം തന്നെയാണ് മധ്യേ ഹൃദയം മധ്യേ നിടിലം മധ്യേ ശിരോപി വാസ്തവ്യാം ചണ്ഡകര ചക്രകാർമുക ചന്ദ്രസമാഭാം നമാമി കാമാക്ഷീം എന്ന് ശ്രീ മൂകശങ്കരേന്ദ്ര സരസ്വതി സ്വാമികൾ മൂക പഞ്ചശതി ആര്യ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 50-ാമത്തെ ശ്ലോകം. നാമം 597 ത്രികോണാന്തര ദീപിക. ഓം ത്രികോണാന്തര ദീപികായൈ നമഃ. ത്രികോണ അധികം അന്തര അധികം ദീപിക എന്ന പദം പിരിക്കാം. മൂലാധാരത്തിലുള്ള ത്രികോണത്തിൻ്റെ ഉള്ളിൽ ദീപമെന്ന പോലെ ജ്വലിക്കുന്നവൾ, പ്രകാശിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. മൂലാധാര പത്മത്തിൻ്റെ കർണികയിലുള്ള ത്രികോണത്തിൻ്റെ ഉൾഭാഗം അഗ്നിമണ്ഡലമാണ്. ഇക്കാര്യം തന്ത്രരാജത്തിൽ ഇങ്ങനെ പറയുന്നു: നിത്യ നിത്യോദിതേ മൂലാധാരമധ്യേസ്തി പാവക സർവേഷാം പ്രാണിനാം തദ്വത് ഹൃദയേ ച പ്രഭാകരഃ മൂർധനി ബ്രഹ്മരന്ധ്രാധ ചന്ദ്രമാശ്ച വ്യവസ്ഥിതാഃ തത്രയാത്മകം ഏവ സ്യാദാദ്യ നിത്യ ത്രിഖണ്ഡകം. മൂലാധാരം അഗ്നിമണ്ഡലത്തിലാണ്. ആ അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നവൾ എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും മൂലാധാരത്തിൽ അഗ്നി, ഹൃദയത്തിൽ സൂര്യൻ, ശിരസിൽ ബ്രഹ്മരന്ധ്രത്തിന് താഴെ ചന്ദ്രൻ എന്ന ക്രമത്തിൽ ദേവി നിലകൊള്ളുന്നു. സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളും ഇന്ദ്രനഗരം, ചന്ദ്രനഗരം, യമനഗരം എന്നീ 3 നഗരങ്ങളും ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു.
ദേവി ഈ 3 നഗരങ്ങളിലും ഒരേ രൂപത്തിൽ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ നാമം ശ്രീവിദ്യയിലെ ശക്തികൂടത്തെ സൂചിപ്പിക്കുന്നു. നാമം 598 ദാക്ഷായണി. ഓം ദാക്ഷായണ്യൈ നമഃ. ദാക്ഷായണി എന്നാൽ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായി ജനിച്ചവൾ എന്നാണ് അർത്ഥം. അതായത് ബ്രഹ്മപുത്രനായ ദക്ഷന് പ്രസൂതിയിൽ ജനിച്ച പുത്രിയായ സതീദേവിയാണ് ദാക്ഷായണി എന്ന പേരിൽ പ്രസിദ്ധയായത്. ദക്ഷപുത്രിയായ സതീദേവി ശിവനെ വിവാഹം ചെയ്യുകയും ദക്ഷയാഗത്തിൽ വെച്ച് ദക്ഷൻ്റെ ശിവനിന്ദ സഹിക്കവയ്യാതെ ദേവി ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഹിമവാന്റെ പുത്രിയായി ദേവി പാർവതി എന്ന നാമത്തിൽ പുനരവതരിക്കുകയും ചെയ്തു. ദാക്ഷായണി എന്ന നാമത്തിന് മറ്റൊരു അർത്ഥം കൂടിയുള്ളതായി വ്യാഖ്യാനമുണ്ട്. അശ്വതി തുടങ്ങി രേവതി വരെയുള്ള ദക്ഷൻ്റെ പുത്രിമാരെല്ലാവരും ചന്ദ്രൻ്റെ ഭാര്യമാരും നക്ഷത്രങ്ങളുമാണ്. ദാക്ഷായണി എന്ന നാമത്തിന് യോഗ്യതയുള്ളവരാണ് അവരെല്ലാവരും. അശ്വിന്യാദയോ രേവത്യന്ത സപ്തവിംശതിസ്താര. ഈ അർത്ഥത്തിൽ അശ്വിന്യാദി നക്ഷത്രരൂപേണ പ്രകാശിക്കുന്നവൾ എന്ന അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു. നാമം 599 ദൈത്യഹന്ത്രി. ഓം ദൈത്യഹന്ത്രിയൈ നമഃ. ദൈത്യ അധികം ഹന്ത്രി എന്ന് പദം പിരിക്കാം. ദൈത്യർ എന്നാൽ അസുരന്മാർ, ഹനിക്കുക എന്നാൽ ഉപദ്രവിക്കുക, വധിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. അപ്പോൾ അസുരന്മാരെ ഹനിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദുഷ്ടന്മാരായ നിരവധി അസുരന്മാരെ ദേവി സംഹരിച്ചിട്ടുണ്ട്. ഭണ്ഡാസുരൻ, മഹിഷാസുരൻ, നിശുംഭന്മാർ തുടങ്ങി നിരവധി അസുരന്മാരെ വധിക്കുന്നതിനായി ദേവി അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അസുരന്മാർ നമ്മുടെ ഉള്ളിലുള്ള അസുരവാസനകളാണെന്നും ദേവീ ഭജനത്തിൽ ഏർപ്പെടുന്ന ഭക്തന്മാരുടെ ഉള്ളിലുള്ള ആസുരീ പ്രവണതകളെ ദേവി നശിപ്പിച്ച് അവരെ ശുദ്ധരാക്കുന്നു എന്നുമാണ് ഇതിൻ്റെ താത്വികമായ അർത്ഥം. ലളിതാ സഹസ്രനാമത്തിലെ 318 നാമം രാക്ഷസക്കിനി എന്നാണല്ലോ. രാക്ഷസന്മാരെ ഹനിച്ച് ലോകസ്ഥിതിയെ നിലനിർത്തുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നാമം 600 ദക്ഷയജ്ഞ വിനാശിനി. ഓം ദക്ഷയജ്ഞ വിനാശിന്യൈ നമഃ. ദക്ഷ പ്രജാപതി നടത്തിയ യാഗത്തെ നശിപ്പിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. യാഗം നശിപ്പിച്ചത് ശ്രീപരമേശ്വരനാണെങ്കിലും അതിന് കാരണഭൂതയായത് ദേവിയാണ്. ദേവിയുടെ ദേഹത്യാഗമാണ്. അതിനാൽ ദേവിയെ ദക്ഷയജ്ഞ വിനാശിനി എന്ന് പറയുന്നു. സപ്തർഷികളുടെ ശാപത്താൽ ദക്ഷ പ്രജാപതി ദക്ഷൻ എന്ന പേരോടുകൂടി പ്രാചീന ബർഹിസിൻ്റെ പൗത്രനായി പ്രചേതസിൻ്റെ മകനായി ജനിച്ചു. ആ രാജാവിൻ്റെ യാഗത്തെയും ദേവി നശിപ്പിച്ചതായി വായുപുരാണത്തിലും ബ്രഹ്മപുരാണത്തിലും പറയുന്നുണ്ട്. സുഷുമ്ന എന്ന 7ാമത്തെ കല ഇതോടെ അവസാനിക്കുന്നു. ഇനി നാമം 601 ദരാന്തോളിത ദീർഘാക്ഷി. ഓം ദരാന്തോളിത ദീർഘാക്ഷ്യൈ നമഃ. ദര അധികം ആന്തോളിത അധികം ദീർഘ അധികം അക്ഷി എന്ന് പദം പിരിക്കാം. ഈ നാമത്തിൽ ദേവിയുടെ കണ്ണുകളുടെ വിശേഷണങ്ങൾ കൊണ്ട് ദേവിയുടെ ലാവണ്യം വ്യക്തമാക്കുന്ന സ്ഥൂലരൂപ വർണ്ണനയാണ്. ദരമെന്നാൽ അല്പം, ആന്തോളിതം എന്നാൽ ചലിക്കുന്ന, ദീർഘ എന്നാൽ നീളമുള്ളത്, അക്ഷി എന്നാൽ കണ്ണുകളോട് കൂടിയവൾ. ദരാന്തോളിതം എന്നാൽ അല്പാൽപമായി ചലിക്കുന്ന എന്നാണ് അർത്ഥം.
മന്ദമായി ചലിക്കുന്ന നീണ്ട കണ്ണുകളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഇതുപോലെയുള്ള കണ്ണുകൾ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് സാമുദ്രിക ശാസ്ത്രവും ഭാരതീയ കവികളും പറയുന്നു. ചഞ്ചലാക്ഷി തുടങ്ങിയ പദങ്ങൾ സ്ത്രീ സൗന്ദര്യ പര്യായങ്ങളായി പ്രയോഗിച്ച് കാണുന്നു. ആകർണാന്ത ദീർഘങ്ങളായ അക്ഷികളെന്നും കർണാന്ത വിശ്രാന്തങ്ങളായ അക്ഷികളെന്നും സുന്ദരിമാരുടെ നയനങ്ങളെ വിവരിച്ച് കാണുന്നു. ദരം എന്ന പദത്തിന് അല്പം എന്ന അർത്ഥം കൂടാതെ ഭയമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഭയത്തെ നശിപ്പിക്കുന്ന ദീർഘമായ കണ്ണുകളുള്ളവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ഭക്തൻ്റെ നേരെ കരുണയോടുകൂടി പതിയുന്ന കണ്ണുകൾ അവൻ്റെ ഭയത്തെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ നേരെയുള്ള ഭയങ്കരമായി ഇളകുന്ന നോട്ടത്താൽ അവർക്ക് ഭയമുണ്ടാക്കുന്നു. അസുര നിഗ്രഹം നടത്തുമ്പോഴെല്ലാം ദേവിയുടെ കണ്ണുകളിൽ കോപാഗ്നി ജ്വലിച്ചിരുന്നു. നീളമുള്ള അഴകാർന്ന ചഞ്ചലമായ കണ്ണുകളോട് കൂടിയവൾ എന്നും ഭക്തൻ്റെ ഭയത്തെ അകറ്റിക്കളയുന്നവളും എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നാമം 602 ദരഹാസോജ്വലന്മുഖി. ഓം ദരഹാസോജ്വലന്മുഖ്യൈ നമഃ. ദര അധികം ഹാസ അധികം ഉജ്ജ്വലത് അധികം മുഖി എന്ന പദം പിരിക്കാം. ദരഹാസം എന്നാൽ മന്ദഹാസം. മന്ദഹാസം കൊണ്ട് ശോഭയാമാനമായ കാന്തിയേറിയ മുഖത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. മന്ദഹാസം കൊണ്ട് മനോഹരമായ മുഖം ദേവിയുടെ സൗന്ദര്യം കൂട്ടുകയും മായാവിമോഹവും ഭക്തന്മാരിൽ വാത്സല്യവും മുഖത്ത് പ്രകടമാവുകയും ചെയ്യുന്നു. ലളിത സഹസ്രനാമത്തിലെ തന്നെ 924 നാമം നോക്കാം. ദരസ്മേര മുഖാംബുജ എന്നാണ്. മന്ദഹാസം കൊണ്ട് ശോഭിക്കുന്ന മുഖാംബുജത്തോടു കൂടിയവൾ. ദരം എന്ന പദത്തിന് ഭയം എന്നൊരു അർത്ഥമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഭയകാലത്ത് പോലും മന്ദസ്മിതം തൂകുന്നവളാണ് ദേവി. പ്രളയകാലത്ത് പോലും ദേവിക്ക് ഭയമുണ്ടാകുന്നില്ല. ഉപാസകന് ഭയമുണ്ടാകുന്ന കാലത്ത് ഉപാസകനെ മന്ദസ്മിതത്തോടെ ദേവി അനുഗ്രഹിക്കുന്നു. ശ്രീ ലളിത ത്രിശതി സ്തോത്രത്തിലെ 60ാമത്തെ നാമം ഈഷത് സ്മിതാനന എന്നാണ്. ദരഹാസം പോലെ ഈഷസ്മിതം എന്നതിൻ്റെയും അർത്ഥം അല്പഹാസം എന്നാണ്. പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്ന മുഖമുള്ളവൾ. ഇവിടെ സ്ഥൂലരൂപ വർണ്ണനയാണ്. മന്ദഹാസം കൊണ്ട് മനോഹരമാണ് ദേവിയുടെ മുഖം. ദുഃഖസ്പർശമില്ലാത്ത ആനന്ദമാണ് ദേവീരൂപം. ഭക്തന്മാരോടുള്ള പ്രസാദം കൊണ്ടും ജഗത്തിനോടുള്ള വാത്സല്യം കൊണ്ടും അമ്മ പുഞ്ചിരിക്കുന്നു. നാമം 603 ഗുരുമൂർത്തി. ഓം ഗുരുമൂർത്തിയൈ നമഃ. ഗുരു അധികം മൂർത്തി. ഗുരു തന്നെ മൂർത്തിയായുള്ളവൾ അഥവാ ഗുരുവിൻ്റെ മൂർത്തി സ്വീകരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദേവിക്കൊപ്പം തന്നെ മന്ത്രം, ഗുരു, ശ്രീചക്രം എന്നിവയും ഒന്നായി കണക്കാക്കേണ്ടവയാണ്. ഉപാസനകളിൽ ഗുരുവിനെ ദേവിക്കൊപ്പം പ്രാധാന്യം നൽകി കാണുന്നു. മന്ത്രം ദേവിയുടെ ശബ്ദശരീരവും ശ്രീചക്രം ദേവിയെ ചിത്രീകരിക്കുന്ന രൂപമാതൃകയുമാകുന്നു. ശ്രീചക്രവും ദേവിയും മന്ത്രവും തമ്മിലും ഐക്യമുള്ളതുപോലെ ദേവിയും ഗുരുവും തമ്മിലും ഐക്യമുണ്ട്. ശിവനാകുന്ന ജ്ഞാനരൂപമായ വെളിച്ചവും ശക്തിയാകുന്ന വിമർശരൂപത്തിലുള്ള വിവേചനവും ഒന്നിച്ചു ചേർന്നതാണ് ഗുരുവിൻ്റെ രൂപമെന്ന് വ്യാഖ്യാനമുണ്ട്. ഗുരുവിനെ ശിവശക്തികളുടെ ഏകീകൃത മൂർത്തിയായി ധ്യാനിക്കേണ്ടതാണ്. ഗുരുർബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ പ്രാർത്ഥന ഗുരുവിന് ഉപാസകൻ കൊടുക്കേണ്ട സ്ഥാനം വ്യക്തമാക്കുന്നു. ഗു എന്നാൽ അജ്ഞാനമാകുന്ന അന്ധകാരമാണ്. രു എന്നാൽ രോധിക്കുന്നത്, ഇല്ലാതാക്കുന്നത്.
അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതാക്കി തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന തേജോരൂപിണിയാണ് ഗുരുവിൻ്റെ മൂർത്തിരൂപം സ്വീകരിക്കുന്ന ദേവി. കാളിദാസന് ബീജാക്ഷരം ഉപദേശിച്ച് ദേവി ഗുരുവായ കഥ പ്രസിദ്ധമാണല്ലോ. ശ്രീ ഭാസ്കരരായരുടെ വരിവശ്യ രഹസ്യം എന്ന കൃതിയിൽ ഇത്തം മാതാ വിദ്യാചക്രം സ്വഗുരു സ്വയം ചേരി എന്നും ശ്രീ അരുണഗിരി നാടാർ ശ്രീ മുരുകനെക്കുറിച്ച് ഇപ്രകാരം സ്തുതിക്കുന്നതും പ്രസിദ്ധമാണല്ലോ. ഗുരുവായി അരുവായി എന്ന് തുടങ്ങി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനേ എന്ന ശ്ലോകം ശ്രീ ശങ്കരാചാര്യർ വിഷ്ണു സഹസ്രനാമത്തിലെ 209 നാമം ഗുരു എന്നതിന് സർവചരാചരങ്ങളുടെയും പിതാവ് എന്ന അർത്ഥം നൽകി കാണുന്നു. ജന്മം നൽകി വാത്സല്യപൂർവം വളർത്തി ജീവിതത്തെ നേരിടാൻ ആവശ്യമായ സകല വിദ്യകളും നൽകി പരിപാലിക്കുന്നു. ആ പിതാവ് ഗുരുവാണ്. ഗുരുവിൻ്റെ മൂർത്തിരൂപം ധരിച്ച ഭഗവാനാണ്. അത് തന്നെയാണ് പരാശക്തിയും. നാമം 604 ഗുണനിധി. ഓം ഗുണനിധയേ നമഃ. ഗുണനിധി എന്നാൽ സകല സദ്ഗുണങ്ങളുടെയും ഇരിപ്പിടമായവൾ, നിധി ആയവൾ, സത്വരജ തമോ ഗുണങ്ങൾക്കും ഇരിപ്പിടമായവൾ, ഭൂതദയ ക്ഷമ തുടങ്ങിയ അഷ്ടഗുണങ്ങൾ രൂപരസഗന്ധാദികളായ വസ്തുക്കളിൽ ഗുണരൂപയായി നിൽക്കുന്നതും ഔദാര്യം ധൈര്യം മുതലായ സഹജവാസനാജന്യമായ ഗുണങ്ങളും സാഹിത്യകൃതികളിലെ ശ്ലേഷം പ്രസാദം തുടങ്ങിയ ഗുണങ്ങളുടെ രൂപത്തിലും സ്ഥിതി ചെയ്യുന്നത് ദേവിയാണ്. കാലവ്യൂഹം കുലവ്യൂഹം തുടങ്ങി നവവ്യൂഹാത്മരൂപമായ ഗുണങ്ങൾക്കും നിധിയായവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. ഗുണം എന്ന പദത്തിന് കയറ് എന്നും അർത്ഥമുണ്ട്. മത്സ്യാവതാരകാലത്ത് വൈവസ്വത മനു സർവ വസ്തുക്കളുടെയും ബീജങ്ങൾ ഒരു നൗകയിൽ ശേഖരിച്ചു. മുനിമാരെയെല്ലാം അതിൽ കയറ്റി. പ്രളയജലത്തിൽ ലോകം മുഴുവൻ മുങ്ങിയപ്പോൾ നൗകയെ മത്സ്യത്തിൻ്റെ ശൃംഗത്തിൽ കെട്ടി. നവയോജന ദീർഘവും യാമത്രയ സുവിസ്തൃതവുമായ ആ നൗകയെ വലിച്ചുകൊണ്ട് മത്സ്യരൂപനായ മഹാവിഷ്ണു പ്രളയജലത്തിൽ ക്രീഡിച്ചു. കയറ് പൊട്ടിപ്പോകാതെ ജഗദംബിക കയറിൽ സ്ഥിതി ചെയ്ത് അതിനെ ദൃഢമാക്കിയതിനാൽ ഗുണം ധീയതേ അസ്യാം ഗുണനിധി എന്ന വിഗ്രഹപ്രകാരം ഗുണനിധി എന്ന് നാമം. നവയോജന ദീർഘാതു യാമത്രയ സുവിസ്തൃതാം കുരുഷു ചർമ്മണാ തൂർണം ബൃഹതീം തു വടീരികാം ജഗത്താത്രീ മഹാമായ ലോകമാതാ ജഗന്മയി ദൃഢയിഷ്യതി താം ജജ്ജു ന ത്രുഡ്യതി യഥാ തഥാ എന്ന് മനുവിനോട് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്യുന്നതായി മത്സ്യപുരാണത്തിൽ കാണുന്നു. നാമം 605 ഗോമാത. ഓം ഗോമാത്രേ നമഃ. കാമധേനു, നന്ദിനി തുടങ്ങിയ ദിവ്യമായ ഗോക്കൾക്ക് മാതാവായവൾ. ഗോ എന്ന പദത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട്. സ്വർഗം, ആകാശം, വാക്ക്, വജ്രം, ശരം, ദിക്ക്, രശ്മി, ഭൂമി, ജലം, ഒരു യാഗം, സരസ്വതി, ആദിത്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ജ്ഞാനേന്ദ്രിയം, കുലം, പർവ്വതം എന്നീ അർത്ഥങ്ങൾ സ്വീകരിച്ച് അവയ്ക്ക് ഉൽപ്പത്തി സ്ഥാനമായും അമ്മയായും വ്യാഖ്യാനിക്കാമെന്നും വ്യാഖ്യാതാക്കൾ പറയുന്നു. ഗോ എന്ന പദത്തിന് സംസാരപാശബദ്ധരായി ഗോക്കളെപ്പോലെ അജ്ഞാനികളായി വർത്തിക്കുന്ന ജനങ്ങൾ എന്നർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു. അവർക്ക് മാതാവിനെ പോലെ ഹിതകാരിണിയായവൾ എന്ന് അർത്ഥം. നാമം 606 ഗുഹജന്മഭൂ. ഓം ഗുഹജന്മഭുവേ നമഃ. ഗുഹ അധികം ജന്മഭൂ എന്ന് പദം പിരിക്കാം. ഗുഹൻ്റെ, അതായത് സുബ്രഹ്മണ്യൻ്റെ മാതാവായവൾ.
ഗുഹ ശബ്ദത്തിന് അവ്യക്തത, രഹസ്യം, അവിദ്യയാൽ ബന്ധിതരായ ജീവജാലങ്ങൾ എന്നും അർത്ഥമുണ്ട്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന പ്രമാണമനുസരിച്ച് ധർമ്മതത്വം, അതായത് ജ്ഞാനം, സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഗോപനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവൾ ദേവിയാണ്. സർവജീവജനനി എന്ന് സാരം. 606 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കഴിഞ്ഞു. ഇനി 607 മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും 14-ാം തീയതി പറയാം. എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ. നന്ദി. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.